എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ പഴുത്ത മാങ്ങ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 10 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് തൊലി എടുത്ത് കളയണം. ഇത് തൊലിയാണെങ്കിൽ കത്തി കൊണ്ട് ചെത്തിയെടുക്കുന്ന സൈസല്ല, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് ഇളക്കിയെടുക്കുന്ന സൈസ് മാങ്ങയാണ്. ഇതേപോലെ മാങ്ങയെല്ലാം നമുക്ക് കൈ കൊണ്ടൊന്ന് തൊലിയെടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇത് പുളിപ്പും മധുരവും കൊണ്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഈ സൈസ് മാങ്ങ വേണം ഈ അച്ചാറിന് വേണ്ടി എടുക്കാൻ. ഇതാ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തൊലി കളഞ്ഞെടുത്ത മാങ്ങയെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ മാങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മാങ്ങ എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മാങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് 4 വിസിൽ കേൾപ്പിക്കാം. 4 വിസിലിന് ശേഷം കുക്കർ തുറന്നു കൊടുക്കാം. അപ്പോഴത്തേക്കും മാങ്ങ നന്നായിട്ട് പരുവമായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി കുക്കറിൽ കാണാം, അത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി അച്ചാറിടാനുള്ള പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ഇടുമ്പോൾ ഫ്ലെയിം നന്നായി സിമ്മിലാക്കി വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് അച്ചാറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയമെല്ലാം ഫ്ലെയിം നന്നായി സിമ്മിലായിരിക്കണം. ഈ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് മാങ്ങയുടെ കൂടെയുള്ള ആ വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം മാങ്ങ നന്നായി ഇതിലിട്ടൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മാങ്ങ ഇതിൽ കുറച്ച് ചാറുണ്ടെങ്കിൽ ചോറിനാൻ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റുള്ള പഴുത്ത മാങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.